ഓക്കെ, ഇന്ന് നമുക്ക് ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് 1 മെക്കാനിക്കല് അത് നമുക്ക് ആ എക്സാമിന് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നോക്കാം. ഓവർസിയർ അല്ലെങ്കിൽ എന്താണ് ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കൽ. ഈ ഒരു എക്സാമിനെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നത് 272/2020 എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷനിലാണ് ഇത് വന്നത്. പക്ഷെ ഇത് നമുക്ക് മുന്നേ വിളിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ഇത് മുന്നേ നമുക്ക് വിളിച്ചത്. ആ സമയത്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 50.67 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 69.67. പക്ഷെ അന്ന് വിളിച്ച വേക്കൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്ന് കിട്ടിയ അഡ്വൈസ് എത്രയായിരുന്നു? 28 ആയിരുന്നു. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അതായത് 50.67 മാർക്ക് കിട്ടിയ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അന്നത്തെ ആ ഒരു ലിസ്റ്റിന് എന്താക്കി മാറ്റാൻ പറ്റില്ല, അവരെ ജോബ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു എക്സാമിന് നമ്മൾ ഈ തവണ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മുകളിലായിരിക്കും. അതായത് നമുക്കൊരു 70 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ ഒരു എക്സാം കിട്ടത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിസ്റ്റിൽ കയറിയിട്ട് വലിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ലിസ്റ്റിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം ഞങ്ങൾ ഇതിന്റെ ലിസ്റ്റിലുണ്ട്. പക്ഷെ ലിസ്റ്റിൽ കയറുന്ന എല്ലാ കാര്യവും നമുക്ക് ജോലി കിട്ടുന്നതിലാണ്, നമുക്ക് കൺവേർട്ട് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോഴത്തേക്കും ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്ന എത്ര മാർക്കാണ്? 70 മാർക്കാണ്. എന്തില് നമുക്ക് കട്ട് ഓഫിന് പ്രതീക്ഷിക്കുന്ന 60 മാർക്കാണെങ്കിലും നമുക്ക് ജോലി കിട്ടാനായിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്ത് അഡ്വൈസ് ആകണമെങ്കിൽ നമുക്കൊരു 70+ മാർക്ക് കിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം കഴിഞ്ഞ മാസത്തെ പോലെ കൂടെ പോയാൽ 30 മുതൽ 40 വേക്കൻസി വരെ എന്തിനു കാണുള്ളൂ? നമ്മൾ ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കലിന് കാണത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ബേസിക്കലി എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബേസിക്കലി നമുക്കറിയാം 2 ഡിഫറെന്റ് മോഡ്യൂൾ. അതായത് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് വെച്ചാൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ എന്താ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ആ പാർട്ടായിരിക്കും. അതുപോലെ എന്താ സെക്കൻഡ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ എന്താണോ പഠിച്ചത്, നമ്മുടെ 8 സെമസ്റ്ററിൽ ബിടെക് ടൈമിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതിനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിടെക്കിന് പഠിച്ച ടോപ്പിക് അതിൽ നമുക്ക് എത്ര 70 മാർക്ക് മുതൽ 80 മാർക്ക് വരെ ബിടെക്കിന് പഠിച്ച ടോപ്പിക്ക് നമുക്ക് ചോദിക്കാം. അതിപ്പോ ഒരുവിധം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാം ആ ഒരു ടോപ്പിക്. അതായത് ബിടെക്കിന് നമ്മൾ പഠിച്ചിരുന്നത് 70 to 80 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും എത്ര 55, ഒരുവിധം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എന്ത് പറ്റും? മിനിമം ഒരു 55 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 55 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ബാക്കി നമ്മൾ ഡിസൈഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ്. അതായത് ഒരു 20 മുതൽ 30 വരെ മാർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്തിന് ചോദിക്കും? നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ടെക്നിക്കൽ മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ കുറെ സബ് പാർട്ട് ഉണ്ട്. അതിൽ നമുക്കൊരു 20 മുതൽ മിനിമം ഒരു 20 ക്വസ്റ്റ്യനെങ്കിലും പ്രതീക്ഷിക്കാം. ആ ഒരു 20 ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു 15 കിട്ടണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെ നോർമലി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മെക്കാനിക്കൽ അങ്ങ് ഭയങ്കര ഡീപ്പായിട്ട് അങ്ങ് പഠിച്ചിട്ട് ഈ ടോപ്പിക് അങ്ങ് വിടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതല്ലേ, അല്ലെങ്കിൽ കുഞ്ഞു മാർക്കല്ലേ ചോദിക്കുള്ളൂ, നമ്മൾ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരു 55 മുതൽ 60 മാർക്ക്, ഈ 80 ക്വസ്റ്റ്യനിൽ ഒരു 60 ക്വസ്റ്റ്യൻ എല്ലാവർക്കും എന്തായാലും ശരിയാക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഡിസൈഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഈ പാർട്ടാണ് എന്ത് നമ്മുടെ റാങ്ക് ഡിസൈഡിങ് പാർട്ട് എന്ന് പറയുന്നത്. കാര്യം അത് അധികം അവർ പ്രിപ്പയർ ചെയ്തില്ല. പക്ഷെ അവർ ചോദിക്കുന്നത് എന്തായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാര്യം ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പേപ്പർ ആയതുകൊണ്ട് എന്താണ് അവർ ബേസിക് ഐഡിയ, അതായത് ടെക്നിക്കൽ മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിലും ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിലും ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലും ഒക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് കൊണ്ടുവന്ന് മാത്രമായിരിക്കും അവർ ചെക്ക് ചെയ്യുക. അല്ലാതെ ഒരു ഭയങ്കര ഡീപ്പായിട്ടോ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, മൊത്തത്തിൽ 100 ക്വസ്റ്റ്യനാണ് അവർക്ക് മാക്സിമം ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ ഓവർസിയർ ഗ്രേഡ് 1 പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ പെരിഫറൽ ആയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. കാര്യം നമ്മൾ ഇതിൽ പറയുന്ന എല്ലാ പാർട്ടിലും കൂടി, സിലബസിൽ പറയുന്ന എല്ലാ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ പാർട്ടിലും കൂടി എന്ത് വേണം? നമ്മൾ കടന്നു പോകണം. അതുപോലെ തന്നെ എന്താണ് ഡീപ്പായിട്ട് അവർ ഒരിക്കലും ചോദിക്കത്തില്ല. കാര്യം 100 ക്വസ്റ്റ്യൻ, അതായത് ഇത്രയും വലിയ സിലബസിൽ നമുക്ക് 100 ക്വസ്റ്റ്യന് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഡീപ്പായിട്ട് അവർ ചോദിക്കത്തില്ല. പക്ഷെ എനിവേ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 4 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ആർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. അപ്പൊ അതിന്റെ കാരണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള 100 മാർക്കിനല്ല നമ്മൾ പരീക്ഷ എഴുതുന്നത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ 100 മാർക്കിനല്ല നമ്മൾ എഴുതുന്നത്. നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100-ൽ 80 മാർക്ക് കിട്ടാൻ അല്ലെ 80+ കിട്ടാനൊക്കെയാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എന്ത് എടുത്തുള്ളൂ? നമുക്കൊരു 70 എങ്കിലും
സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മൈൻഡ് വെച്ചേക്കുക. നമ്മൾ ഈ ഒരു എക്സാമിന് 70+ നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് ആണ് നിങ്ങൾക്ക് ലൈഫ് ഫുൾ സേഫ് ആവുന്നത് പറയത്തില്ലേ. ഇത് നല്ല പാക്കേജ് ആണ്. പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 26,000 50 to 53,000 വരെയാണ് ഇതിന്റെ പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒക്കെ ഐഡിയ നിങ്ങൾക്ക് വേണം. കാര്യം ഇതിന്റെ സാലറി എത്രയാണ്, ഇതിന്റെ ഗ്രേഡ് 1 ലെവലാണ്, അതുപോലെ തന്നെ ഒരു 70 മാർക്ക് മതി എനിക്ക് 100-ല്. അതുപോലെ തന്നെ ഏതൊക്കെ പാർട്ടാണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ പാർട്ടാണ് നോൺ ഇമ്പോർട്ടന്റ്, അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഇതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഓരോ എക്സാമും പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതായത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളില്ലേ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ വീഡിയോ ലെക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഓരോ ക്ലാസ്സിലും എന്ത് ചെയ്യും, നമ്മൾ ഓരോ ക്ലാസ് ഓരോ ടോപ്പിക് വൈസ് ആയിരിക്കും പോകുന്നത്. ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലായ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു 2 ലൈനും കാണത്തുള്ളൂ. ആ ടോപ്പിക്കിലും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ചിലപ്പോൾ എന്താണ് 2 ലൈൻ അല്ലെങ്കിൽ എന്താ, ഇതാണ് നമ്മുടെ A4 സൈസ് ഷീറ്റ് എടുക്കുക, നിങ്ങൾ 2ആയിട്ട് മടക്കുക. അതിനുശേഷം ഈ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇപ്പൊ എന്താ ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ മെട്രിക്സും ഈ ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ബേസിക്കലി. അല്ലാതെ ഇനിയിപ്പോ തെർമോഡൈനാമിക്സ് എടുക്കുക. തെർമോഡൈനാമിക്സിൽ നിങ്ങൾ അറിയാൻ ഇവിടെ എഴുതുന്ന എന്തായിരിക്കും, നമുക്ക് എന്താണ് ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാസും അതുപോലെ തന്നെ എനർജിയും അലോ ചെയ്യുന്ന സിസ്റ്റം. അപ്പൊ മാസും എനർജി ഇട്ടിട്ട് ടിക്ക് ഇട്ടാൽ മതി. അതേപോലെ അതായത് ഷോർട്ട് നോട്ട് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എന്താ ഈ റിവൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മോക്ക് എക്സാം ഒക്കെ എഴുതുമ്പോഴോ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നോക്കിയാൽ മതി. നമ്മുടെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഓരോ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ട്. അതായത് നമ്മളൊരു സിസ്റ്റമാറ്റിക് പേയിൽ സ്ലോ പേസിൽ പ്രിപ്പയർ ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്താലും മതി. പക്ഷെ ആ ടൈമിലെന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്ട്രെസ് ആയിരിക്കും. കാര്യം ഇത്രയും ടോപ്പിക് ഉണ്ട്, അപ്പൊ നമ്മൾ നല്ല സ്ട്രെസ് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാനോ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ കഴിവ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ഇത് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കേട്ടിരുന്നാൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. ക്ലാസ് കേട്ടിരിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനുശേഷം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു കുഞ്ഞു ഒരു A4 സൈസ് പേപ്പറിൽ എഴുതി വെക്കുക. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്. നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എഫേർട്ട് എന്ത് ചെയ്യാൻ പറ്റും, പേ ബാക്ക് ചെയ്യും. കാര്യം നിങ്ങൾ ഇടുന്ന എഫേർട്ട് നമുക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയും ചെയ്തു അങ്ങനെ നിങ്ങൾക്ക് തന്നെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഡ്യൂ ടു ആ സ്ട്രെസ് കൊണ്ടിട്ടാണ്. കാര്യം നമ്മളെ ഷോർട്ട് ടൈമിലായിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത്. പക്ഷെ നമ്മൾ ആ ടൈമിൽ നല്ല എഫേർട്ട് ഇട്ടണം. അതിന് പകരം എന്താ നമ്മൾ ചെയ്യുക, നമ്മൾ കുറച്ച് ലോങ് ഡ്യൂറേഷൻ നിങ്ങളെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങിയിട്ട് എന്ത് ഒറ്റ അടിക്കല്ല, പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വെക്കുക. അപ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറെ ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല, നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, ഇപ്പൊ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുൾ ടൈം പ്രിപ്പറേഷൻ ആയിരിക്കും, 24 hours പ്രിപ്പറേഷൻ, വേറെ ഒന്നിനും പോകത്തില്ല. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത്. കാര്യം നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിനെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം സ്ലോലി നിങ്ങൾ പോവുക. എന്നിട്ട് ഒരു ടൈം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ഇനിയിപ്പം ഇത്രയും വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ചധികം പഠിക്കണം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, ഫുള്ള് അതായത് പയ്യെ ലെവൽ കൂട്ടി നിങ്ങൾ അങ്ങ് പോവുക. പിന്നെ ഇതിൽ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 2 ഞാൻ പ്രീവിയസ് ഇയർ നോക്കിയപ്പോൾ ഇപ്പൊ ക്വസ്റ്റ്യൻ കണ്ടില്ല. പക്ഷേ നമ്മുടെ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്ന അല്ലെങ്കിൽ ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ അതിൽ ചെറിയ രീതിയിൽ ഒരു പ്രോബ്ലംസ് ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നോർമലി നമ്മളെ PSC എക്സാംസിന് അവർ പ്രോബ്ലംസ് നോർമലി ചോദിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോ പയ്യെ അവർ എന്ത് ചെയ്യുന്നു, പ്രോബ്ലംസ് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടി എന്ത് ചെയ്യുക, കീപ് ഇറ്റ് ഇൻ അവർ മൈൻഡ്. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതും കൂടി ആലോചിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. കാര്യം നമ്മൾ ഇത്രയും നാൾ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് നോക്കി വരുന്നതെങ്കിൽ അവരിപ്പോ എന്തും ചോദിക്കുന്നുണ്ട്, പ്രോബ്ലമാറ്റിക് വേയിൽ ചെറിയൊരു ഗ്രാജുവൽ ചേഞ്ച് അവർ വരുത്തുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് നമ്മൾ എപ്പോഴും അത് നമ്മുടെ മൈൻഡിൽ ഇരിക്കണം. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും സിമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് തന്നെ നോക്കുക. ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. പണ്ട് നമ്മൾ ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു, പഠിച്ചാൽ തന്നെ എന്താണ് ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ചോദിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ വാല്യൂസ് തന്നിട്ട് പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ സിവിലിനാവട്ടെ, ഇപ്പം കഴിഞ്ഞ അസിസ്റ്റന്റ് മാനേജർ എക്സാമിനാവട്ടെ, മെക്കാനിക്കൽ, അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
ആ ഒരു ലെവൽ, അതായത് ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു സ്റ്റെപ്പും കൂടി ഒരു ഫ്രണ്ടിലോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എക്സാമിന്റെ പാറ്റേണുകൾ അറിഞ്ഞിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെ ബേസിക്കലി നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ ഡിഫറെന്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളെ ഫസ്റ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആണ്. ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ഭയങ്കര ഡീപ്പായിട്ടോ വലിയ വലിയ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കത്തില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നമുക്കറിയാം 100 ക്വസ്റ്റ്യനും 1 മണിക്കൂർ 15 മിനിറ്റ് വേണം. അപ്പോഴത്തേക്കും അവര് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒരിക്കലും 2 മിനിറ്റിൽ കൂടത്തില്ല. അതായത് നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ ഒരിക്കലും 2 മിനിറ്റിൽ കൂടാത്ത രീതിയിലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തിൽ ചോദിക്കുക, നമ്മൾ ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ ചോദിക്കുക. ഇതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രോബ്ലം പോലും ചെയ്യണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൽ മൊഡ്യൂളിൽ ഫസ്റ്റ് മൊഡ്യൂൾ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് നമ്മുടെ മെട്രിക്സ് ഉണ്ട്, ഡിറ്റർമിനൻസ് ഉണ്ട്, ബൈനോമിയൽ സീരീസ് ഉണ്ട്. ബൈനോമിയൽ സീരീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അവർ ബൈനോമിയൽ സീരീസിന്റെ ഒരു എക്സ്പാൻഷൻ വന്നിട്ട് ഇതിൽ ഏതാണ് 1 - x എന്ന് പറഞ്ഞിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് എക്സ്പാൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, ഇത് നമ്മൾ കുഞ്ഞുനാൾ, അതായത് നമ്മൾ 10ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ +1 +2 മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ ഇതൊക്കെ നമ്മൾ ക്ലാസ് കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീബ്രഷിംഗ് ആയിരിക്കും. നമ്മുടെ മെമ്മറിയിലുള്ള കാര്യം ഒന്ന് റീബ്രഷ് ചെയ്തെടുക്കുന്നു. അത്രയും നേരത്തെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കോർഡിനേറ്റ് ജോമെട്രി അവർ ബേസിക്കലി ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ. ഇതിൽ എന്തായാലും ഒരു 1-2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര ഡീപ്പായിട്ട് ഭയങ്കര പ്രോബ്ലമാറ്റിക് വരും. നമ്മൾ ബിടെക്കിന് ചെയ്ത പോലെ വലിയ പ്രോബ്ലംസ് ഒന്നും അവർ ചോദിക്കത്തില്ല. അവർ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഐഡിയ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം സ്റ്റാൻഡേർഡ് ഫോർമുല അറിയാതെ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 1 അടുത്ത പാട്ടാണ് എന്ത്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഫറെന്റ് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അതായത് അതിന്റെ പെരിഫറൽ മാത്രമല്ല, അത് ബ്രിക്സ് എന്താണ്, അതിന്റെ സ്ട്രെങ്ത് എന്താണ്, അതിന്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ സിമെന്റ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രേഡ്, സ്റ്റീല് ടൈപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി അറിയാനായിട്ട്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റീല്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് അറിയാനുള്ളത്. അതുപോലെ തന്നെ അതിന്റെ കോൺക്രീറ്റിന്റെ IS കോഡ്, വാട്ടർ സിമെന്റ് റേഷ്യോ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു മെക്കാനിക്കൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ചോദിക്കുക. അതുപോലെ കൺസ്ട്രക്ഷന്, പാർട്ട് ഓഫ് ബിൽഡിങ്, അതുപോലെ തന്നെ ബ്രിക്ക് മേസൺറി, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബേസിക് ഉള്ള ഐഡിയ നമുക്ക് വേണം. അതുപോലെ സർവേയിങ്ങിൽ ചെയിൻ സർവേയിങ് പ്രിൻസിപ്പിളും ഇൻസ്ട്രുമെന്റും, അതുപോലെ തന്നെ എന്താണ് ചെയിനിങ് ആൻഡ് സർവേയിങ് ലൈന്, അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് സർവേ സ്റ്റേഷൻസ്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു ബേസിക് ഐഡിയ വേണം. അതുപോലെ തന്നെ ഉള്ള ടോപ്പിക്കാണ് ലെവലിംഗ്. ഇൻസ്ട്രുമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവലിംഗ്, ലൈക്ക് ബെഞ്ച് മാർക്ക്, അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്ത് നമ്മുടെ അടുത്തത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ലൈക്ക് എസ്പെഷ്യലി IC എഞ്ചിന്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കും അവർ ബേസിക്കലി ചോദിക്കുക. അതുപോലെ തന്നെ എന്താണ് 2 സ്ട്രോക്ക് എഞ്ചിന്, 4 സ്ട്രോക്ക് എഞ്ചിന്, അതായത് ക്ലാസിഫിക്കേഷൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലെ കമ്പാരിസൺ, അതായത് അതിന്റെ പവറിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ടോർക്കിനെ വെച്ചിട്ട് 2 സ്ട്രോക്ക് എഞ്ചിനെ 4 സ്ട്രോക്ക് എങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, അതിന്റെ വർക്കിംഗ്, അതിന്റെ കമ്പാരിസൺ, അത് ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലൈ വീല്, ക്ലച്ച്, ഗിയർ ബോക്സ്, പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് പവർ പ്ലാന്റ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ പ്ലാന്റ്, ഹൈഡ്രോളിക് പവർ പ്ലാന്റ് സ്കെച്ച്, അതിന്റെ അതായത് എവിടെയാണ് ഹൈഡ്രോളിക് പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്നത്, അതിന്റെ തെർമൽ പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് എന്തുകൊണ്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇങ്ങനെയൊക്കെയുള്ളതിന്റെ എന്താണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു സിലബസ് അതിന്റെ സ്കെച്ചസും, അതിന്റെ എന്താ പറയാ ഡിഫറെന്റ് പാർട്സും, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും, അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പവർ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് കറണ്ട്, EMF, ഇലക്ട്രോ മാഗ്നറ്റിസം, AC ആൻഡ് DC സപ്ലൈ, ജനറേഷൻ, ആ ടൈപ്പ് ഓഫ് ഒക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ സപ്ലൈ, ലോഡ്, ഫംഗ്ഷനിങ്, വോൾട്ടേജ്, പാരലൽ സർക്യൂട്ട്, അതുപോലെ തന്നെ സീരീസ് സർക്യൂട്ട്, അതിനെ കുറിച്ചൊക്കെ എന്താ അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ സിമ്പിൾ പ്രോബ്ലം, അതായത് സിമ്പിൾ ആയിട്ട് പാരലൽ സർക്യൂട്ടിന്റെ പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ എന്താ സീരീസ് സർക്യൂട്ടിന്റെ പ്രോബ്ലം ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻ ആണ് നമുക്ക് എന്തിൽ പ്രതീക്ഷിക്കുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ,
അടുത്തതെന്ന് വെച്ചാൽ സർക്യൂട്ട് പാരാമീറ്റർ ലൈക്ക് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കണ്ടക്ടൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതിന്റെ ഇക്വേഷൻ ആയിരിക്കും. അത് വെച്ച് പവർ കണ്ടുപിടിക്കാനായിരിക്കും. ലൈക്ക് I2R V2/R അങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, പവർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ നമുക്ക് ചോദിക്കുക. അതുപോലെ സിമ്പിൾ സൊല്യൂഷൻ ഓഫ് AC സർക്യൂട്ട് വിത്ത് റെസിസ്റ്റന്റ് ഇംപിഡൻസ്, അതൊക്കെ എന്താ സിമ്പിൾ സൊല്യൂഷൻ മനസ്സിലായില്ല. അതായത് ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ട് 2 റെസിസ്റ്റൻസ് വെക്കും, അതിൽ R1 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൽ കൂടി കടന്നു പോകുന്ന പവർ അല്ലെങ്കിൽ കറണ്ട് എത്രയാണെന്നൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓഫ് ഇൻസ്റ്റലേഷൻ, എർത്തിങ്, ലൈറ്റ് പ്രൊട്ടക്ഷൻ, അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള അടുത്ത ടോപ്പിക് അല്ലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കുറിച്ചുള്ള ബേസിക് ഐഡിയ. ലൈക്ക് എന്താണ് LED, അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്. അതുപോലെ തന്നെ ഏതാണ് SMBS, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അഡ്വാൻറ്റേജും, അതുപോലെ തന്നെ സ്വിച്ചസ്, മൈക്രോ കൺട്രോളർ, മൊബൈൽ ടെക്നോളജി, ഇൻവെർട്ടർ, UPS, അതൊക്കെ അതിനെ കുറിച്ചൊക്കെ ഒരു ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാമത്തിൽ ഓരോ ബ്ലോക്കിന്റെയും എന്താണ് അതിന്റെ യൂസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ത് ചെയ്യുക. ഈ ഒരു കേസുകളിൽ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ 20 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് സിലബസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം, വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് ഇത്. നമ്മൾ കേട്ടിരുന്നാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മാക്സിമം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു 15 ക്വസ്റ്റ്യൻ ശരിയാക്കിയേ പറ്റൂ. ഇതിൽ 15 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള, അതായത് നമ്മളെ കോറായിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് അവർ ചോദിക്കുന്ന ടൈലേ സയന്റിഫിക് മാനേജ്മെന്റും അതുപോലെ തന്നെ ഫംഗ്ഷൻസും ഡിഫറെന്റ് ടൈപ്പ് ഓണർഷിപ്സ് അങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് എ ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റം ചോദിക്കും. ക്വാളിറ്റി ആൻഡ് പ്ലാനിങ്, അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് പക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസ്, CPM, PERT അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് ക്രിട്ടിക്കൽ പാത്ത്, എന്താണ് സ്ലാക്ക്, അതുപോലെ തന്നെ എന്താണ് ഫ്ലോട്ട്, അങ്ങനെയൊക്കെയുള്ള എന്താണ് ഡമ്മി ആക്ടിവിറ്റി, അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യത. നിങ്ങൾക്കറിയാം CPM PERT ബേസിക് ഇക്വേഷൻ ഉണ്ട്, ടൈം കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ PERT കുറിച്ച് നമുക്ക് ബേസിക് ഐഡിയ വേണം. ഇവന്റ് എന്താണ്, ആക്ടിവിറ്റി എന്താണ്, ചിലപ്പോൾ അതിന്റെയൊക്കെ എന്തായിരിക്കും ഡെഫിനിഷൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കാം. ഇതിലെ സിമ്പിൾ പ്രോബ്ലംസ് എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ്, അതായത് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അല്ലേ, അതായത് LPP, ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് പല രീതിയിൽ ചെയ്യാം. നോർത്ത് വെസ്റ്റ് കോർണർ റൂള്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, ഗെയിം തിയറി. അതായത് ഈ ഒരു വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡും നോർത്ത് വെസ്റ്റ് കോർണർ റൂളും വെച്ച് ഒരു പ്രോബ്ലം ചോദിക്കരുത്. എസ്പെഷ്യലി വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് നമുക്കറിയാം ടൈം കൺസ്യൂമിംഗ് ആണ്. ഉറപ്പായിട്ട് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ്, അതായത് 30 സെക്കൻഡ് പോലും വേണം നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കൊരു LPP തന്നിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം തന്നിട്ട് അതിൽ നിന്ന് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്, അതായത് ഇത് ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെന്ററി ഇല്ലേ, എക്കണോമിക് ഓർഡർ ക്വാളിറ്റി, EOQ, അതിനെ കുറിച്ചാണ് നമ്മൾ അറിയാനായിട്ട്. EOQ എന്താണെന്ന് അറിയണം, അതിന്റെ ഇക്വേഷൻ അറിയണം. അതുപോലെ തന്നെ ABC അനാലിസിസ് എന്താണ് സ്റ്റോർ കീപ്പിംഗ് ഫംഗ്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ത് ചെയ്യാറ് ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ EOQ, ABC അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആയിരുന്നു. അടുത്ത ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ് കൺട്രോൾ ഇല്ലേ, അതായത് ഡിഫറെന്റ് ചാർട്ട് ഉണ്ട് ഇവിടെ. അതായത് മെത്തേഡ് ഓഫ് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോൾ ബോർഡ്, ബെനിഫിറ്റ്സ് ആൻഡ് ഫംഗ്ഷൻസ്, ഫോർകാസ്റ്റിംഗ് ഉണ്ട്, പ്ലാൻ ലൊക്കേഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് പ്ലാനിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ്. പക്ഷെ ഈ ഒരു പാട്ടിന്റെ ബേസിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. ബ്രേക്ക് ഈവൻ അനാലിസിന്റെ ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എല്ലാ കമ്പനിയും അല്ലെങ്കിൽ എല്ലാവരും ഫേം എന്തുകൊണ്ടാണ് ബ്രേക്ക് ഈവൻ പോയിന്റിനെ ആദ്യമേ ഡിഫൈൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ബേസിക് ഐഡിയ. അതായത് പർപ്പസ് ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഷെഡ്യൂളിംഗ്, ഡിസ്പാച്ചിങ്, വാല്യൂ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് പ്ലാന്റ് ലേഔട്ട്, അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം നമുക്കൊരു ഐഡിയ വേണം. അതിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. പിന്നെ അടുത്ത ടോപ്പിക്കാണ് എന്ത്, മെത്തേഡ് സ്റ്റഡി. ഇതെന്ന് വെച്ചാൽ വർക്ക് സ്റ്റഡി ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ കുറെ ചാർട്ടുകളുണ്ട്. ലൈക്ക് ഇവിടെ കണ്ടില്ലേ, സീമോ ചാർട്ട്, ഫ്ലോ ചാർട്ട്,
ആ ചാർട്ടിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, ഓരോ ചാർട്ട് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ലൈക്ക് ഓപ്പറേഷൻ പ്രോസസ് ചാർട്ട്, അങ്ങനെ എക്സ് ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കും. ഈ ചാർട്ടൊക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ടൈം കാൽക്കുലേഷൻ, പ്രൊഡക്ഷൻ സ്റ്റഡി, വർക്ക് സാമ്പിളിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഈ ഒരു ടോപ്പിക്കിലാണ് പെടുന്നത്. അടുത്ത ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോളിൽ എന്താ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ ആണ് അവർ നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ലൈക്ക് കീ ഓപ്പറേഷൻ ഇൻസ്പെക്ഷൻ, ഫ്ലോർ ഓർ പെട്രോളിംഗ് ഇൻസ്പെക്ഷൻ, സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ഓരോ ഇൻസ്പെക്ഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അതിനാണ് ഇമ്പോർട്ടന്റ് ഈ ഒരു കേസിൽ. പിന്നെ ഫണ്ടമെന്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ നമുക്ക് ഡിഫറെന്റ് ചാർട്ടില്ല, ചാർട്ട് എക്സ് ചാർട്ട്, ആർ ചാർട്ട്, ബി ചാർട്ട്, 100 പി ചാർട്ട് ആൻഡ് സി ചാർട്ട്, ഇതിനെ കുറിച്ചൊക്കെ ഉണ്ട് ബേസിക് ഐഡിയ നമുക്ക് വേണം. അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം. അതുപോലെ തന്നെ ടാലി ഷീറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മീൻ, മോഡ്, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ എന്താണ്, അതിന്റെ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യുക നമുക്ക് അറിഞ്ഞിരിക്കും. കാര്യം മീനും മോഡും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ ഇപ്പൊ എന്താണ്, ഇപ്പൊ PSC ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. മീൻ കണ്ടുപിടിക്കുക, മോഡ് കണ്ടുപിടിക്കുക, മീഡിയം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്താണ് പ്രോജക്ട് അനാലിസിസ്. പ്രോജക്ട് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ബേസിക്കലി ഏതൊക്കെ എലമെന്റ്സ് ആണ് പ്രോജക്ട് അനാലിസിസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ എന്താണെന്ന് അറിയിക്കണം, അതിന്റെ ടൈപ്പ് അറിഞ്ഞിരിക്കണം, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം, ഫോമുല അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇത് വളരെ വലിയൊരു സിലബസ് ആണെങ്കിൽ പോലും, ആ ടോപ്പിക് വലിയ സിലബസ് ആണെങ്കിൽ പോലും, പക്ഷെ അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, നമുക്ക് ഒരു എല്ലാ പാർട്ടിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ പാർട്ടിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. കാര്യം ബാക്കി എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു സ്പെസിഫിക് പാർട്ടിയിൽ നിന്ന് മാത്രമായിട്ടാണ് അവർ ചോദിക്കുക. ലൈക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് അവർ ക്വസ്റ്റ്യൻസ് ബേസിക്കലി ചോദിക്കുക. അടുത്ത മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസിൽ മെറ്റീരിയൽ സയൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ BCC, FCC, HCP അതിനെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഓഫ് അയണിന്റെ മാനുഫാക്ചറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്റ്റീല്, അതുപോലെ തന്നെ ഫെറസ് അലോയ്, നോൺ ഫെറസ് അലോയ്, അതിനെ കുറിച്ച് എന്ത് ചെയ്യും നമ്മളെ മെറ്റീരിയൽ സയൻസിൽ ചോദിക്കും. അതിൽ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾ അയൺ കാർബൺ ഡയഗ്രം എന്ത് ചെയ്യുക, നമ്മൾ ആ ഫേസ് ഡയഗ്രം നമ്മൾ പഠിച്ചതിന് ശേഷം TTT ഡയഗ്രം പഠിക്കുക. അതിനുശേഷം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അനീലിംഗ്, നോർമലൈസിംഗ്, ടെമ്പറിംഗ്, ആസ് ടെമ്പറിംഗ്, അങ്ങനെ മാർക്ക് ടെമ്പറിംഗ്, അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കേസ് ഹാർഡനിങ്, ലൈക്ക് സയനൈഡിങ്, നൈട്രജൻ, കാർബറൈസിംഗ്, ഏജ് ഹാർഡനിങ്, അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഇത് ഏത് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ്, ഏത് ടെമ്പറേച്ചറിന് താഴെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ എന്ത് ചെയ്യണം നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും. പിന്നെ പ്രോപ്പർട്ടി ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ആണ്. അതിൽ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് പ്രോപ്പർട്ടി ഉണ്ട്, ലൈക്ക് ടഫ്നെസ്, ബ്രിട്ടിൽനെസ്, ക്രീപ്പ്, ഫാറ്റീഗ്, സ്റ്റിഫ്നെസ്, ഡക്ടിലിറ്റി. അതിനൊക്കെ നമ്മൾ എങ്ങനെ ഇൻസ്പെക്ട് ചെയ്യുന്നു, അതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് നമുക്ക് ഡിഫറെന്റ് ടെസ്റ്റ് ഉണ്ട്. ലൈക്ക് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉണ്ട്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ടെൻസൈൽ, കംപ്രസീവ്, ഹാർഡ്നെസ്, ഇമ്പാക്ട്, ഫാറ്റീഗ്, ക്രീപ്പ് ഒക്കെ ഡിസ്ട്രക്റ്റീവ് ആണ്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡൈ പെനിട്രൻസ് ടെസ്റ്റിംഗ്, എക്സ്റേ ടെസ്റ്റിംഗ്, മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റിംഗ്, ഈ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഒക്കെ എന്ത് ചെയ്യണം, അതിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ എന്ത് വേണം നമുക്ക് വേണം. അടുത്ത മാനുഫാക്ചറിംഗ് പ്രോസസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഗേജ്, കമ്പാരേറ്ററിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇൻഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നത്, ഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ് വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ ഒക്കെ. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഡിഫറെന്റ് ഗേജസ് ഉണ്ട്, പ്ലഗ് ഗേജ്, റിംഗ് ഗേജ്, സ്നാപ്പ് ഗേജ്, ഇതൊക്കെ എവിടെയാണ്, ഫീലർ ഗേജ്, ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മെക്കാനിക്കൽ കമ്പാരറ്റർ, ഇലക്ട്രിക്കൽ കമ്പാരറ്റർ, ന്യൂമാറ്റിക് കമ്പാരറ്റർ, ഇതിന്റെയൊക്കെ ബേസിക് ഫിഗേഴ്സും അതുപോലെ തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും ഓരോന്നിനും എന്തൊക്കെയുണ്ട്, അതിന്റെ യൂസ് എന്താണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് വെൽഡിങ്, സോൾഡറിങ്, ബ്രേസിംഗ്. നമുക്കറിയാവുന്ന പോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്മൾ വെൽഡിംഗ് പ്രോസസ് മാത്രമല്ല പഠിക്കേണ്ടത്, വെൽഡിംഗ് ജോയിന്റ്സ് പഠിക്കണം, അതിന്റെ സിമ്പിൾസും പഠിക്കണം. ഇപ്പൊ അവര് നമ്മുടെ PSC പയ്യെ സിമ്പിൾസിനെ കുറിച്ച് എന്ത് ചെയ്തു, സിമ്പിൾസ് കാണിച്ചിട്ട് ഏതിന്റെ സിമ്പിൾ ആണ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ യു ജോയിന്റിന്റെ സിമ്പിൾ താഴെ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ വെൽഡിംഗ് ഇലക്ട്രോഡ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ്, ലൈക്ക് ഗ്യാസ് വെൽഡിംഗ്, അതിന്റെ ടൈപ്പ് ഓഫ് ഫ്ലെയിം, അതിൽ ഏതാണ്, പിന്നെ മിഗ് വെൽഡിംഗ്, ടിക് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, അതിന്റെ ഡിഫക്റ്റ്, എസ്പെഷ്യലി ഡിഫക്റ്റ് പോറോസിറ്റി. ഇപ്പൊ ഡിഫക്റ്റ് ഒരു ബേസിക്കലി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡിഫക്റ്റിനെ കുറിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ എന്തിൽ വേണം, നമുക്ക് വെൽഡിങ്ങിന്റെയും സോൾഡറിങ്ങിന്റെയും ബ്രേസിംഗിന്റെയും കാര്യത്തിൽ വേണം.
അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ഫൗണ്ടറിൽ. ഫൗണ്ടറിൽ നമുക്ക് ബേസിക്കലി അതിനുള്ള ഫൗണ്ടറി ഇൻസ്ട്രുമെന്റ് ആണ്, ലൈക്ക് ട്രവല്, സ്ലിക്ക്, റാമർ, അതൊക്കെ എന്താണ്, അത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാൻഡ്, ലൈക്ക് ഗ്രീൻ സാൻഡ്, ഡ്രൈ സാൻഡ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി, അതിന്റെ പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പാറ്റേൺസ് അറിഞ്ഞിരിക്കണം. പാറ്റേണിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട്, സ്പ്ലിറ്റ് പാറ്റേൺ ഉണ്ട്, മാച്ചബിൾ പാറ്റേൺ ഉണ്ട്, ഗേറ്റഡ് പാറ്റേൺ ഉണ്ട്, ലൂസ് പീസ് പാറ്റേൺ ഉണ്ട്. ഇതൊക്കെ എവിടാണ്, എന്താണ്, എപ്പോഴാണ് യൂസ് ചെയ്യുന്നതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പാറ്റേൺ അലവൻസ് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രിംഗേജ് അലവൻസ് ഉണ്ട്, ഡ്രാഫ്റ്റ് അലവൻസ് ഉണ്ട്, മെഷീനിങ് അലവൻസ് ഉണ്ട്, ഡിസ്ട്രോഷൻ അലവൻസ് ഉണ്ട്, റാപ്പിംഗ് അലവൻസ് ഉണ്ട്. ഇതിൽ ചില അലവൻസ് പോസിറ്റീവ് അലവൻസ് ആണ്, ചിലത് നെഗറ്റീവ് അലവൻസ് ആണ്. ഇത് ഏതൊക്കെയാണ് നമുക്കൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അടുത്ത ബെഞ്ച് വർക്ക് ആൻഡ് ഫിറ്റിംഗ് ആണ്. ഫിറ്റിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഡ്രില്ലിങ്, റീമിങ്, ടാപ്പിംഗ്, ആ ടൈപ്പ് ഓഫ് ഫിറ്റിംഗ് ആണ്. പിന്നെ ഡിഫറെന്റ് ഫയൽസ് ഉണ്ട്, സ്പെസിഫിക്കേഷൻ ഓഫ് ഫയൽസ്, അതുപോലെ തന്നെ ചിസൽ, ഹാമർ, ഹാക്സോ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് വേണം, ബേസിക് ഐഡിയാസ് വേണം. അതുപോലെ തന്നെ ഡ്രില്ല്, റീമർ, ടാപ്പ് റെഞ്ച്, ഡൈ സ്റ്റോപ്പ്, ഗൂഗിൾസ്, ഇതൊക്കെ ഒരു ബേസിക് ഐഡിയ മതി. കാര്യം ഇത് എന്തിനു യൂസ് ചെയ്യുന്നത് മാത്രമായിരിക്കും അവർ ചിലപ്പോൾ ചോദിക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതിന്റെ യൂസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി എന്തൊക്കെ ഈ ഒരു റീമിംഗ് ഒക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രം മതി നിങ്ങൾക്ക് എന്തില് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ. പക്ഷെ നമ്മുടെ വെൽഡിംഗിൽ നിന്നും അതുപോലെ തന്നെ ഫൗണ്ടറിൽ നിന്നും എന്താണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാര്യം അത് സ്ഥിര ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മെഷീൻ ടൂളിൽ ഒരു ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൂൾ സിഗ്നേച്ചർ ഇല്ലേ, അതായത് റേക്ക് ആംഗിൾ, നമുക്ക് ടൂൾ സിഗ്നേച്ചർ ഉണ്ട്, അതിനെ കുറിച്ചൊരു ഐഡിയ വേണം. അതുപോലെ മെറ്റൽ കട്ടിങ്, എന്താണ് ഓർത്തോഗണൽ മെറ്റൽ കട്ടിങ്, എന്താണ് ഒബ്ലിക് മെറ്റൽ കട്ടിങ് എന്ന് അറിയണം. അതുപോലെ തന്നെ ഡ്രിൽ ബിറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറെ ടൂൾ വന്നിട്ട് അവർ പറയും ഇതിൽ ഓർത്തോഗണൽ മെറ്റൽ കട്ടിങ് ആണോ അതോ ഒബ്ലിക് മെറ്റൽ കട്ടിങ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ലെയ്ത്ത് ആൻഡ് അതിന്റെ വർക്ക്, ലെയ്ത്ത് ആൻഡ് ലെയ്ത്ത് വർക്ക്, അതായത് ലെയ്ത്തിന്റെ ഡിഫറെന്റ് പാർട്സ്, ലെയ്ത്തിന്റെ ഫീഡ്, സ്പീഡ്, ഡെപ്ത് ഓഫ് കട്ട്, അതിന്റെ മെക്കാനിസം, എങ്ങനെയാണ് ടേപ്പർ ടേണിംഗ് മെത്തേഡ്, ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ, അതിനെ കുറിച്ചൊക്കെയുള്ള ബേസിക് ഐഡിയ നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് ഡ്രില്ലിംഗ് മെഷീനും. ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ച് നമുക്ക് ടൈപ്പ് ഓഫ് ഡ്രില്ലും, അത് എങ്ങനെയാണ് ഡ്രില്ലിംഗ് മെഷീന്റെ ക്ലാസിഫിക്കേഷൻ, ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ മതി. പക്ഷെ ബാക്കി ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, പ്ലെയിനിങ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് പാർട്സും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ബേസിക് ഒരു ഐഡിയ മാത്രം നമുക്ക് മതി. പക്ഷെ മില്ലിംഗ് മെഷീനിൽ നമുക്ക് എന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. മില്ലിംഗ് മെഷീൻ അല്ലെ ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻ പഠിക്കേണ്ടി വരും, കട്ടർ ഹോൾഡേഴ്സ് പഠിക്കേണ്ടി വരും, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മില്ലിംഗ് ഓപ്പറേഷൻ ലൈക്ക് പ്ലെയിൻ മില്ലിംഗ്, കീ വേസ്, ഗ്യാങ് മില്ലിംഗ്, ക്ലിം മില്ലിംഗ്, കൺവെൻഷണൽ മില്ലിംഗ്, അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ്, അങ്ങനെയൊക്കെയുള്ള മില്ലിംഗ് ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് നന്നായിട്ട് നോക്കേണ്ടി വരും. അടുത്ത ബ്രോച്ചിങ്, നമുക്ക് ജനറൽ ആയിട്ട് ബ്രോച്ചിങ് മെഷീൻ ഏതാണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് ഒക്കെ നമുക്ക് നോക്കിയാൽ മതി. ഗിയർ മാനുഫാക്ചറിങ് നമുക്ക് നോക്കാറുണ്ട്. ജിഗ്സ് ആൻഡ് ഫിക്ചേഴ്സ്, ബേസിക് ഡെഫിനിഷൻ മാത്രം മതി, എന്താണ് ജിഗ്സ്, എന്താണ് ഫിക്ചർ, അങ്ങനെയൊക്കെയുള്ള ഡെഫിനിഷൻ മാത്രം മതി. ഗ്രൈൻഡിങ് എന്ത് ചെയ്യണം, ഈ ഗ്രൈൻഡിങ്ങിന് നമ്മൾ അബ്രസീവ്സ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ്ങിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടി വരും. അബ്രസീവ്സിനെ കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ ബോണ്ടിങ് മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കണം, ഗ്രൈൻഡിങ് മെഷീനെ കുറിച്ച് പഠിക്കണം, എന്താണ് സിലിണ്ടർ ഗ്രൈൻഡിങ്, എന്താണ് സെൻട്രൽലെസ് ടൈപ്പ് ഗ്രൈൻഡേഴ്സ് എന്നൊക്കെ നമ്മൾ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലെയ്ത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, ക്യാപ്സൺ ആണ് ടറന്റ് ലെയ്ത്ത്. അതിന്റെ ബേസിക്കലി നമ്മൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് മാത്രം നോക്കിയത്, എന്ത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, എന്തൊക്കെ പാർട്ടുണ്ട്, അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഓട്ടോമാറ്റിക് ആൻഡ് കോപ്പിംഗ് മെഷീൻ. അതിൽ എന്താണ് ഓട്ടോമേഷൻ ലൈക്ക് CNC, അതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അടുത്തതിൽ ഇമ്പോർട്ടന്റ് ആണ് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിംഗ് സിസ്റ്റം, റോബോട്ടിക്സും, അതുപോലെ തന്നെ CNC. ഇത് മൂന്നും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വേണം നോക്കാൻ. കാര്യം ഇത് നമ്മൾ CNCയിൽ കുറച്ച് കോഡ്സും കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിംഗ് സിസ്റ്റം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒറ്റ കോല് ഡെഫിനിഷൻ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ആണ്. നമുക്കറിയാം ഡിഫറെന്റ് പ്രോപ്പർട്ടി ഉണ്ട്, ലൈക്ക് ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം, കൈനമാറ്റിക് വിസ്കോസിറ്റി, എന്താ പറയാ സ്പെസിഫിക് ഗ്രാവിറ്റി. അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ പ്രോബ്ലംസ് അവർ ചോദിക്കും. അതുപോലെ തന്നെ ഹീറ്റ് കൂടുമ്പോൾ നമ്മുടെ ലിക്വിഡിനും ഗ്യാസിനും എങ്ങനെയാണ് വിസ്കോസിറ്റി എഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ കംപ്രസിബിലിറ്റി, സർഫസ് ടെൻഷൻ, ക്യാപിലാരിറ്റി, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ബേസിക് ഐഡിയ വേണം. അത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് മെഷർമെന്റ് ആണ്. ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് മെഷർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡ് പ്രഷർ നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റും, ലൈക്ക് മാനോമീറ്റർ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യണം. പീസോമീറ്റർ, ട്യൂബ്, സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻവെർട്ടർ മാനോമീറ്റർ, അതിന്റെയൊക്കെ എന്ത് ചെയ്യാം പ്രോബ്ലംസ്. അതായത് ഇത് നമുക്ക് ബേസിക്കലി സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ പാസ്കൽസ് ലോ ഇമ്പോർട്ടന്റ് ആണ്, എവിടെയൊക്കെയാണ് പാസ്കൽ ലോയുടെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ വേണം. അതുപോലെ തന്നെയാണ് കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ലോ. ഇതില്
ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, അങ്ങനെയൊക്കെയുള്ള ഫ്ലോസിന്റെ ഡെഫിനിഷൻസും അതെന്തുകൊണ്ടാണ് യൂണിഫോം ഫ്ലോ അല്ലെങ്കിൽ നോൺ യൂണിഫോം ഫ്ലോ എന്നൊക്കെ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് എന്ത് ബെർണോളിസ് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബെർണോളിസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ഒറിഫൈസ് മീറ്ററും ബിറ്റ്വീൻ ടു വെഞ്ചുറി മീറ്ററിന്റെ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിന് പ്രോബ്ലംസ് ചോദിക്കും. പിന്നെ ഫ്ലോ ത്രൂ ദ ഓറിഫൈസ്, നോച്ചസ്, പൈപ്പ് ആൻഡ് നോസിൽ. ഇത് നോർമലി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ കുറെ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ പാർട്ട് നമുക്ക് നോക്കണ്ട. അതിന് ഫൈനൽ ഇക്വേഷൻ, അതായത് ഡാർസി ഫോർമുലയുടെ ഫൈനൽ ഇക്വേഷൻ നോക്കിയിട്ട് ലോസ് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, പ്രോബ്ലംസ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ പ്രോബ്ലംസ് ആണ് നോർമലി പ്രതീക്ഷിക്കുന്നത്. എന്താണ് കോഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ, അതിന്റെ ഇക്വേഷൻ എന്തെങ്കിലും, കോഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി, കോഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ആ ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുക. പിന്നെ ഫ്ലൂയിഡ് പവർ വളരെ എളുപ്പമാണ്, ബേസിക് ലോസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പിന്നെ ഹൈഡ്രോളിക് സിസ്റ്റം, അതായത് ഓയിൽ പമ്പ്, റിസർവോയർ യൂണിറ്റ്, അതിന്റെ വർക്കിംഗ് എന്താണ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, ഗിയർ പമ്പ്, സ്ക്രൂ പമ്പ്, വെയിൻ പമ്പ്, ലോ പമ്പ്, അതിന്റെ സിമ്പിൾ പമ്പ്, ഇതിന്റെയൊക്കെ ഉള്ള എന്താ ബേസിക് ആയിട്ട് ഇതിൽ ഏതാണ് റൊട്ടേഷൻ ഇല്ലാത്ത പമ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഹൈഡ്രോളിക് കൺട്രോൾ എലമെന്റ് ആൻഡ് കമ്പോണൻസിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാൽവിനെ കുറിച്ച് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൺട്രോൾ വാൾവ്, ഫംഗ്ഷൻ ക്ലാസിഫിക്കേഷൻ, ലൈക്ക് പ്രഷർ വാൾവ്, റിലീഫ് വാൽവ്, പൊപ്പറ്റ് വാൾവ്, ഇതൊക്കെ എവിടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിന്റെ ബേസിക് ഐഡിയാസ്, വാൽവിനെ കുറിച്ച് നമുക്ക് കുറച്ച് നന്നായിട്ട് നോക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് ന്യൂമാറ്റിക് സിസ്റ്റം നമുക്ക് ബേസിക് ഐഡിയ ആക്കാൻ വളരെ ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ന്യൂമാറ്റിക് സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം തമ്മിലുള്ള കമ്പാരിസൺ, അതായത് ന്യൂമാറ്റിക് സിമ്പിൾസ്. ഈ ന്യൂമാറ്റിക് സിമ്പിൾസ് ഇതാണ് നമുക്കൊരു എക്സാമിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. അതുപോലെ തന്നെ ബേസിക് ന്യൂമാറ്റിക് സിസ്റ്റം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ന്യൂമാറ്റിക് കൺട്രോൾ കമ്പോണൻസിൽ നമുക്ക് കൺട്രോൾ വാൽവ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അടുത്ത ഹൈഡ്രോളിക് മെഷീൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇമ്പാക്ട് ഓഫ് ജെറ്റ് ആണ്. ഇമ്പാക്ട് ഓഫ് ജെറ്റ് നമുക്ക് ബേസിക് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുക, സിമ്പിൾ പ്രോബ്ലംസ് അറിഞ്ഞിരിക്കുക. അതുപോലെയാണ് ഇമ്പൾസ് ഓഫ് ടർബൈനും, റിയാക്ഷൻ ടർബൈനും, സെൻട്രിഫ്യൂഗൽ പമ്പും, സെൻട്രിഫ്യൂഗൽ പമ്പ്. ഈ 3 ടോപ്പിക് ഏകദേശം സെയിം പോലാണ് നമ്മൾ എന്താ പറയാ പ്രോബ്ലംസിന്റെ കാര്യത്തിൽ. പക്ഷെ തിയറി പഠിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഇമ്പൾസ് ടർബൈനെ കുറിച്ചും റിയാക്ഷൻ ടർബൈനെ കുറിച്ചും അതിന്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ പ്രോബ്ലംസ് കാര്യമായിട്ട് പ്രോബ്ലംസ് പയ്യെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ കുഞ്ഞു പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് അതിന്റെ എഫിഷ്യൻസി, ഡിസ്ചാർജ്, പവർ, ഡ്രൈവ്, ആ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അറിയിക്കണം. ക്യാവിറ്റേഷൻ എവിടെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ പ്രൈമിങ് എവിടെയാണ് നടക്കുന്നതൊക്കെയുള്ള ബേസിക് ഐഡിയ എന്ത് ചെയ്യണം നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ്, ഡിസ്ചാർജ് സ്ലിപ്പ്, എയർ വെസൽസ് ആൻഡ് ഹൈഡ്രോളിക് റാം, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ മതി നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ചിട്ട്. ഇതിന്റെ വെസൽസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയാ കൺസ്ട്രക്ഷനിൽ എന്തൊക്കെ പാർട്ട് ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത നമ്മൾ 5ാമത്തെ മൊഡ്യൂളാണ് എന്ത്, അപ്ലൈഡ് മെക്കാനിക്സിലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമുക്കറിയാം നല്ല സ്കോറിംഗ് ടോപ്പിക് ആണ്. ഇത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഫുള്ളും കിട്ടും, അറിഞ്ഞുകൂടെങ്കിൽ ഒന്നും കിട്ടില്ല. അതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക. നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ഡയറക്റ്റ് സ്ട്രെസ് സ്ട്രെയിനും ആണ്. അപ്പോഴത്തേക്കും ബേസിക്കലി എന്താ ചോദിക്കാൻ, സ്ട്രെസ് സ്ട്രെയിനും വെച്ചിട്ട് ചിലപ്പോൾ ഡെഫിനിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം ഉറപ്പായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഹൂക്സ് ലോ, യങ്സ് മോഡുലസ്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുക. പിന്നെ ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെയിൻ എന്ന് അവർ ചോദിക്കാം നമുക്ക്. അതുപോലെ തന്നെ തെർമൽ സ്ട്രെസ്, തെർമൽ സ്ട്രെയിൻ, അതിന്റെ ഇക്വേഷന്, അതുപോലെ അതെപ്പോഴാണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എപ്പോഴാണ് നടക്കുന്നത് നമുക്കൊരു ബേസിക് ഐഡിയ വേണം. അതുപോലെ തന്നെയാണ് സ്ട്രെസ് അനാലിസിസ്. നമ്മളത് മെക്കാനിക്സിൽ പഠിച്ച ടോപ്പിക്കാണ് എന്ത് സ്ട്രെസ് അനാലിസിസ്. നമ്മൾ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ച ടോപ്പിക്കാണ് സ്ട്രെസ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് ഫ്രീ ബോഡി ഡയഗ്രം എങ്ങനെയാണ്, അത് ലോഡ് എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ആക്ട് ചെയ്യുന്നത്, അത് നമ്മൾ എങ്ങനെയാണ് ഒരു ജോയിന്റ് ചെയ്യുന്ന എന്ന് വെച്ചാൽ ലോഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോവ്, എന്താണ് ഡൈനാമിക് ഫ്രിക്ഷൻ, എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതുപോലെ തന്നെ എന്താണ് ആംഗിൾ ഓഫ് ഫ്രീ പോസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം. നമ്മൾ ബേസിക്കലി കുറച്ച് സ്റ്റാൻഡേർഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ പഠിച്ചു വെച്ചിരുന്നു. അധികം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സെക്ഷൻസ്, റിവറ്റഡ് ജോയിൻസിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ വേണം, വെൽഡഡ് ജോയിൻസിനെ കുറിച്ച് ഒരു ഐഡിയ വേണം, റിവറ്റഡ് ജോയിൻസിന് എന്തുകൊണ്ടാണ് ഫെയിലിയർ സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ചോക്കിംഗ് ആൻഡ് ഫുൾ ഇറങ്ങിയത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റിവറ്റഡ് ജോയിന്റ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അറിയുന്നതിന് എന്താണ് കുറച്ചുകൂടി ബെറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് വെൽഡ് ജോയിന്റും തിൻ സിലിണ്ടേഴ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ടോർഷൻ ഓഫ് ഷാഫ്റ്റ്, സ്പ്രിങ്,
അടുത്ത ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ബേസിക്കലി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. കാര്യം ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ബീം വരച്ചിട്ട് അതിന്റെ ഷിയർ ഫോഴ്സ് ഇന്ന പോയിന്റ് ഷിയർ ഫോഴ്സ് എത്ര, അല്ലെങ്കിൽ ഇന്ന പോയിന്റ് ബെൻഡിങ് മൊമെന്റ് എത്ര എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചില ചാൻസ് ഉണ്ട് അവരൊരു ഫിഗർ തന്നിട്ട് അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇതിൽ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കോളം. കോളത്തിൽ നമുക്കറിയാം, കോളത്തിൽ അവർ ചോദിക്കുന്ന സ്ലണ്ടർനെസ് റേഷ്യോയെ കുറിച്ച് ചോദിക്കും. അതുപോലെ എങ്ങനെയാണ് ഷോർട്ട് കോളം, മീഡിയം കോളം, ലോങ് കോളം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോളത്തിൽ നമുക്കറിയാം ഡിഫറെന്റ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എന്ത് ചെയ്യാം, നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത മെഷീൻ ഡ്രോയിങ്ങിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, നമ്മുടെ സ്ക്രൂ ത്രെഡ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് സ്ക്രൂ ത്രെഡ് ഉണ്ട്, സ്ക്വയർ ത്രെഡ് ഉണ്ട്, വി ത്രെഡ് ഉണ്ട്, വിത്ത്വർത്ത് ത്രെഡ് ഉണ്ട്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ഉണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ത്രെഡ് ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിന് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബേസിക്കലി ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ബോത്ത് ഡയറക്ഷനിൽ എന്ത് ചെയ്യാം, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ത്രെഡ് ഏതാണ് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രെഡിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ബേസിക്കലി ആൻസർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അടുത്ത വെൽഡ് ജോയിന്റും പൈപ്പ് ലേഔട്ടും ഒക്കെയാണ്. ലിമിറ്റ് ഫിൽറ്റർ ടോളറൻസ് ഇത് പ്രോബ്ലംസ് ഉറപ്പാണ്. അതുപോലെ തന്നെ സർഫസ് റഫ്നെസ് അതിനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ജനറൽ ഡിസൈൻ കൺസൾട്ടേഷൻ, അതായത് കൈനമാറ്റിക് ലിങ്ക് എന്താണ്, ഇത് നമ്മുടെ തിയറി ഓഫ് മെഷീൻസിലുള്ള കുഞ്ഞു ടോപ്പിക്കാണ്. കൈനമാറ്റിക് ലിങ്ക്, കൈനമാറ്റിക് ചെയിൻ, ഫോർബാർ മെക്കാനിസം, ഇൻവേർഷൻ എന്താണ്, മെക്കാനിസം എന്താണ്, മെഷീൻസ് അതിന്റെ ഡിഫറൻസ്, ആ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ബോൾട്ട്, നട്ട്, കീ, അത് ഇതില് എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതിന്റെ എന്താ പറയാ, അതിന്റെ ഷേപ്പ്, അതായത് ഇപ്പോ സർക്കുലർ കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഏതാണ് റെക്ടാങ്കുലർ കീ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ചോദിക്കുക. അതുപോലെ തന്നെ ഷാഫ്റ്റിന് നമുക്ക് ഷാഫ്റ്റിന്റെ ഇക്വേഷൻ ആയിരിക്കും ലൈക്ക് പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്. അതുപോലെ തന്നെ കമ്പയർ സോളിഡ് ഷാഫ്റ്റ്, ഹോളോ ഷാഫ്റ്റ് എന്ത് ചെയ്യാം, അതിന്റെ സ്ട്രെങ്ത് വെച്ച് കമ്പയർ ചെയ്യാനൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ചോദിക്കുക. അതുപോലെ തന്നെ കപ്ലിങ്സ്, ബിയറിംഗ്സിനൊക്കെ പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ്. പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിയററ്റിക്കലി എന്താണ് റേഡിയൽ ബിയറിംഗ്, സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ്, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് നമുക്ക് ചോദിക്കും. അതുപോലെ തന്നെ ക്യാം, ഗവേണേഴ്സ്, ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ആൻഡ് ഗിയർ ട്രെൻസ്, ഇതിന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മള് ഗവേണേഴ്സിന് ഫ്ലൈ വീൽസിനും ഒക്കെ കൺസെപ്ഷൻ നോളജ് മാത്രം മതി. ഇക്വേഷൻസ് ഒക്കെ വളരെ എളുപ്പമാണ്. ഓക്കെ. അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ട്രെയിൻ, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ഐഡിയ ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് തെർമൽ എഞ്ചിനീയറിംഗ്. അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് തെർമൽ എഞ്ചിനീയറിംഗ്. തെർമൽ എഞ്ചിനീയറിംഗ് നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, നമുക്ക് കാർനോട്ട് സൈക്കിൾ എന്താണ് അറിയാം, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, അതുപോലെ തന്നെ ഡുവൽ കമ്പസ്റ്റർ സൈക്കിൾ, ഇതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ. അതിന്റെ ഫിഗർ, അതായത് ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്രാം, PV ഡയഗ്രാം, കുറെ നമുക്ക് PV ഗ്രാഫില് PV ഡയഗ്രാം, TS ഡയഗ്രാം, അതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് വേണം. അത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഫ്യൂവൽ കമ്പസ്റ്റിനെ കുറിച്ച് ഐഡിയ വേണം. അതായത് എയർ ഫ്യൂവൽ റേഷ്യോ എത്ര ആയിരിക്കണം, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഡിഫറെന്റ് ടെസ്റ്റിംഗ് ഓഫ് IC എഞ്ചിന് അത് നമ്മൾ അറിഞ്ഞിരിക്കാം. ലൈക്ക് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് ചെയ്യാൻ നമുക്ക് ഇൻഡിക്കേറ്റർ പവർ, ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ പവർ, ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്: കൺവെക്ഷൻ, റേഡിയേഷൻ. കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓരോ ഹീറ്റ് ട്രാൻസ്ഫറിലും യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളിനെ കുറിച്ച് ഐഡിയ വേണം. അതുപോലെ തന്നെ എന്താണ് ഗ്രേ ബോഡി കൺസെപ്റ്റ്, എന്താണ് ബ്ലാക്ക് ബോഡി, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ അറിഞ്ഞിരിക്കും. പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് നമുക്കറിയാം, ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ LMTD അറിഞ്ഞിരിക്കണം. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ കംപ്രസേഴ്സ് ആണ്. കംപ്രസേഴ്സ് ബേസിക്കലി അവർ സിമ്പിൾ പ്രോബ്ലംസ് ആണ് ചോദിക്കുക. ബേസിക് ഐഡിയ മാത്രം മതി. പിന്നെ നമുക്ക് സെൻട്രിഫ്യൂഗൽ കംപ്രസറും ആക്സിയൽ ഫ്ലോ കംപ്രസറും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം, മെക്കാനിസം അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുള്ളത്. പിന്നെ ഡിഫറെന്റ് സിസ്റ്റം ഇൻ IC എഞ്ചിൻ, ലൈക്ക് കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഇഗ്നീഷൻ സിസ്റ്റം, റേഡിയേറ്റേഴ്സ്, അതിന്റെ ടൈപ്പ്, ഗവേണിംഗ് സിസ്റ്റം, അതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് റെഫ്രിജറേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ കൺസെപ്റ്റ് ഓഫ് COP എന്താണെന്ന് അറിയണം. കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, റിവേഴ്സ് കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ അതിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ പഠിക്കണം. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ COPയുടെ ഇക്വേഷൻ പഠിക്കണം. അതുപോലെ തന്നെയാണ് റെഫ്രിജറേഷൻ ഇൻസ്ട്രുമെന്റ്, കംപ്രസർ, കണ്ടൻസർ, ഇവാപറേറ്റർ, അതിനെ കുറിച്ച് ഐഡിയ വേണം. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെഫ്രിജറന്റിനെ കുറിച്ച് നമുക്ക് ഐഡിയ വേണം. റെഫ്രിജറന്റ് ലൈക്ക് എന്താ പറയാ, പ്രൈമറി റെഫ്രിജറന്റ് ഏതാണ്, സെക്കൻഡറി റെഫ്രിജറന്റ് ഏതാണ്, അതുപോലെ തന്നെ CFC സ്റ്റാൻഡേർഡ് R502 ആണ് എന്താണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. എന്താ റെഫ്രിജറേറ്റർ
ക്ലോറോഫ്ലോറോ കാർബൺസ് എന്ന റെഫ്രിജറേറ്റർ എന്ന് വെച്ചാൽ R502 ആണ്. അതുപോലെ തന്നെ അമോണിയ യൂസ് ചെയ്യുകയാണെങ്കിൽ R744 ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് എങ്ങനെയാണ് തരുന്നത്, എന്തുകൊണ്ട് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് എന്ത് ഇമ്പോർട്ടന്റ് ആണ് സൈക്കോമെട്രിക് ചാർട്ടും സൈക്കോമെട്രിക് പ്രോസസ്സും, അതുപോലെ എയർ കണ്ടീഷനിങ്ങും, അതുപോലെ എയർ കണ്ടീഷനിങ് സിസ്റ്റം ലൈക്ക് കംഫോർട്ട് കണ്ടീഷൻ, സമ്മർ എയർ കണ്ടീഷനിങ്, വിന്റർ എയർ കണ്ടീഷനിങ്, ആ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറിരിക്കുന്നത് സൈക്കോമെട്രി ആണ് എന്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ്, ഇത്രയും സിലബസിൽ നിന്ന് അവർ ചോദിക്കുന്ന 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അതായത് ഭയങ്കര ഡീപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പെരിഫറൽ ഇതെല്ലാം അറിയാം. കാര്യം ഇവർക്ക് ഈ ഒരു സിലബസിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ മാത്തമാറ്റിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, നമ്മൾ വിട്ട് കളയരുത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിമൈൻ ചെയ്യുന്ന കാര്യം, എല്ലാവരും സ്കിപ്പ് ചെയ്യരുത്. അപ്പം അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്കോർ ചെയ്യാൻ. ചിലപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാർട്ട് ടഫ് ആണെങ്കിൽ പോലും ആ പാർട്ട് എന്തായിരിക്കും, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും തോന്നും. അപ്പോഴത്തേക്ക് നമുക്ക് അവർ ഈസി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസ്. ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്.